അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ കഴിഞ്ഞ വർഷത്തെ 2023 ഏപ്രിലിൽ നടന്നിട്ടുള്ള സെക്കൻഡ് സെമസ്റ്റർ ബികോമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. റീഡിങ് അറബിക് പ്രോസ് ആൻഡ് പോയട്രി. നമുക്കതിൽ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കാം. ഒന്നാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് അറിയാം, സെക്ഷൻ 7 ആദ്യത്തെ 15 ക്വസ്റ്റ്യൻസ് 2 മാർക്ക് വീതമാണ്. ടോട്ടൽ 30 മാർക്കുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ സീലിംഗ് വരുന്നത് 25 മാർക്കാണ്. എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മാഹിയ ആസിമത്തുൽ മംലക്കത്തുൽ അറബിയത്തു സൗദിയ, കിങ്ഡം ഓഫ് സൗദി അറേബ്യ. സൗദി അറേബ്യയുടെ തലസ്ഥാനം ഏതാണെന്നാണ് അവിടെ കൊടുക്കേണ്ടത്. റിയാദ് എന്നാണ്. റിയാള്. അടുത്തത്, ഫി ഐ സൂറത്തിൻ ഉരിദത് അത്തൂലു ആയ ഫിൽ ഖുർആനിൽ കരീം. ശ്രദ്ധിക്കണേ, ഫി ഐ സൂറത്തിൻ, ഏത് സൂറത്തിലാണ് ഉരിദത് മെൻഷൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്, പറയപ്പെട്ടിട്ടുള്ളത് അത്തൂലു ആയ ഫിൽ ഖുർആനിൽ കരീം. ഖുർആനിൽ കരീമിലെ ഏറ്റവും നീളം കൂടിയ ആയത്ത്, ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് പറയപ്പെട്ടിട്ടുള്ള സൂറത്ത് ഏതാണെന്നാണ്. അതായത് ഏറ്റവും വലിയ ആയത്ത് ഏതാണെന്നല്ല, ശ്രദ്ധിക്കണേ, സൂറത്ത് ഏതാണത്? സൂറത്തുൽ ബഖറയിലാണ്. ഏറ്റവും വലിയ ആയത്ത് വരുന്നത് ആയത്തു ദൈനാണ്. മൂന്നാമത്തെ, ഫി ഐ സന, ഏത് വർഷത്തിലാണ് ഇസ്തതാഅത്തുൽ ഹിന്ദ് നെയിൽ ഇസ്തിഖ്ലാലിഹ മിനൽ ബരിതാനിയാൻ, ഇന്ത്യക്ക് ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചത്? 1947. അടുത്തത്, തതമയ്യസുൽ ഹിന്ദ് ബി സലാസത്തി മവാസിമിൻ മാഹിയ, ഇന്ത്യയിൽ 3 വ്യത്യസ്തമായിട്ടുള്ള കാലാവസ്ഥകളുണ്ട്. ഏതൊക്കെയാണത്? എന്തൊക്കെയാണ്? സൈഫ് എന്ന് പറഞ്ഞാൽ സമ്മർ, മറ്റൊന്ന് ഷിത്താ എന്ന് പറഞ്ഞാൽ വിന്റർ, മറ്റൊന്ന് മൗസുമുൽ അംതാർ എന്ന് പറഞ്ഞാൽ അഥവാ മൺസൂൺ ആണ് മൂന്നാമത്തെ. അപ്പോൾ സൈഫ്, ഷിത്താ, മൗസുമുൽ അംതാർ. ഇനി അടുത്തത്, കാന അഹ്സനുൻ നാസി വ അജ്വദുൻ നാസി വ അസ്ജഉൻ നാസി, അദ്ദേഹം ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലവനും ഏറ്റവും ഉദാരനും ഏറ്റവും ധീരനുമായിരുന്നു. മൻ കാലഹു വ അമ്മൻ, അത് ആര് പറഞ്ഞതാണ്, ആരെക്കുറിച്ച്? അപ്പൊ ഇത് പറഞ്ഞിട്ടുള്ളത് ആരാണ്? കാല അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ആരെ കുറിച്ചിട്ടാണ്? അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് നബിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഹദീസാണത്. അടുത്തത്, ആറാമത്തെ, മനുഷ്യായർ അല്ലദീ കതബ ഖസീദ അഷ്ശബാബ്, അഷ്ശബാബ് എന്ന് പറയുന്ന കവിത രചിച്ചിട്ടുള്ളത് ആരാണ്? അത് ഈലിയ അബൂമാലി. അടുത്ത ചോദ്യം, മാദാ ഖാല ജുഹ ഫി നഫ്സിഹി ഹീന ലം യറൽ മാല വറഅ റൗസു ബക്കറ തഹ്ത ഷജറ. ജുഹ മരത്തിന്റെ ചോട്ടില് പശുവിന്റെ ചാണകം കണ്ടു, പൈസ കണ്ടില്ല. ആ സമയത്ത് ജുഹ എന്താ സ്വയം പറഞ്ഞു എന്നാണ്. എന്താണ്? ഹത്ത ഇന്നൽ ബക്രത തതാവലു അൽ മാൽ, ഉഖ്ഫീത അനിൽ മാൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഉഖ്ഫീത അനിൽ നാസ് വസ്താദത്ഹ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഭാഗം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ആ ജുഹയുടെ ചാപ്റ്ററിന്റെ അവസാനത്തെ സെന്റൻസ് ആണ്. അതാണ് അതിന്റെ ആൻസർ വരുന്നത്, ആ ഒരു സെന്റൻസ് കേട്ടോ. ഒന്നുകൂടെ പറയാം, അതിന്റെ ആൻസർ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാം. ഹത്ത ഇന്ന ബക്കറ കാനത് തതതാവലു അലാമ ഉഖ്ഫീതു മിനൽ മാലി അനിൻ നാസി ഫസ്താദതുഹു, അതാണ് അതിന്റെ ആൻസർ. ഇനിയുള്ള ചോദ്യങ്ങൾ 8 മുതൽ 11 വരെ അത് നോക്കാം. ഉക്തുബുൽ മഅന ഫിൽ ഇൻജിലീസിയ, ഇംഗ്ലീഷിൽ അർത്ഥം എഴുതാനാണ്. ഷഹാദത്തുൽ ഖിബ്റ എന്ന് പറഞ്ഞ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആണ്. ജിഹാസ് സർഫുൽ ആലി പറഞ്ഞാൽ ATM ആണ്. ATM, ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ. അടുത്തത്, ഉക്തുബുൽ മഅന ഫിൽ അറബിയ, അറബിയിൽ അർത്ഥം എഴുതാനാണ്. ബാങ്ക് ചെക്കിന് പറഞ്ഞത് ഷീഖുൽ മസ്രിഫ്, ഷീഖുൽ ബങ്ക് എന്നോ ഷീഖുൽ മസ്റഫ് എന്നോ പറയാം. അടുത്തത് ചേംബർ ഓഫ് കൊമേഴ്സ് ആണ്. ചേംബർ ഓഫ് കൊമേഴ്സിന് ഉർഫത്തു തിജാറ. അപ്പോൾ ഈ നാളത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ സംഭാഷണങ്ങൾ, അതുപോലെ തന്നെ ലെറ്റേഴ്സ്, അതുപോലെ അവസാനത്തെ ചാപ്റ്റർ കുറച്ച് അറബിക് ടേംസ്
അറബിക് ടു ഇംഗ്ലീഷ് ടേംസ് പറയുന്നുണ്ട്. ആ ടേംസുകളിൽ നിന്നാണ് ഈ ട്രാൻസ്ലേഷൻസ് കാര്യമായിട്ട് വരുന്നത് 4 മാർക്കിന്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ 10ാമത്തത് ഉക്തുബിൽ മുഫ്രദ്. മുഫ്രദുകൾ എഴുതാനാണ്. അഥവാ നിങ്ങൾക്ക് ജമ്മുകൾ ബഹുവചനങ്ങൾ തന്നിട്ടുണ്ടായിരിക്കും, അതിന്റെ മുഫ്രദുകൾ എഴുതാനാണ്. മുദുനുൻ നഗരങ്ങൾ, അപ്പൊ മദീനത്തുൻ. അഹാദീസുൻ എന്നുള്ളതിന്റെ ഹദീസുൻ. ഖാലിദൂന എന്നുള്ളതിന്റെ ഖാലിദുൻ. അൻബിയാ ഉൻ, അംബിയ എന്ന് പറയുമ്പോൾ നബിയുൻ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ 1-2 മാത്രമേ കറക്റ്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ മുഫ്രദ് ജമ്മു എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരിക്കുള്ളൂ. ബാക്കിയൊക്കെ പാഠത്തിന്റെ ഇടയിൽ നിന്നുള്ളതാണ്. പാഠം എടുക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് അതിന്റെ ആൻസർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. അത് ശ്രദ്ധിക്കുക. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്തത് ഉക്തുബുൽ ജമ്മ എഴുതാനുള്ളതാണ്. മീസാൻ. മീസാൻ എന്ന് പറഞ്ഞ ത്ലാസ്, തുറാസ് എന്നൊക്കെ പറയുന്നതാണ്. ത്രാസ്, തുലാസ് എന്നൊക്കെ പറയില്ല ആ സാധനം. അതിന്റെ ജമ്മ് മീസാനും ജമ്മ് മവാസീനുൻ. മവാസീനുൻ. അടുത്ത റിസാലത്തുൻ കത്താണ്. റസായിലുൻ അല്ലെങ്കിൽ റിസാലാത്തുൻ. ആയത്തുൻ ഖുറാന്റെ ആയത്താണ്. ദൃഷ്ടാന്തം എന്നും പറയാം. അതിന്റെ ജമ്മ് ആയാത്തുൻ. ബാത്ത ആണ് കൊടുക്കേണ്ടത് കേട്ടോ, ബാന്റെ ഷേപ്പുള്ള കാവ്. ഖിസ്സത്തുൻ കഥ. അപ്പൊ കഥകൾ നിന്ന് ഖിസസുൻ. ഇനി 12 മുതൽ 15 വരെ, അതിൽ 12, 13 വന്നിട്ടുള്ളത് വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. നമ്മുടെ 1ാമത്തെ പാഠത്തിലെ ഖുർആൻ ആയത്തിന്റെ ഭാഗമാണ്. അഹല്ലല്ലാഹുൽ ബൈഅ, അല്ലാഹു തആല കച്ചവടത്തെ ഹലാലാക്കി. ഹറമ എന്തിനാണ് ഹറാമാക്കിയത്? അർറിബ, പലിശയെ. അർത്ഥം മനസ്സിലാക്കുന്നവർക്ക് പെട്ടെന്ന് കിട്ടും. അപ്പൊ ഏറ്റവും ബെറ്റർ ആ ഖുർആന്റെ ആയത്തുകളുള്ള പാഠവും അതുപോലെ ഹദീസുകളുടെ പാഠവും ബൈഹാട്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ. ഇനി അടുത്തത് ഇന്ന തുജാറ യുബഅസുന യൗമൽ ഖിയാമത്തി ഫുജ്ജാറൻ. തീർച്ചയായിട്ടും ഖിയാമത്ത് നാളിൽ കച്ചവടക്കാർ ഫുജ്ജാർ ഏറ്റവും മോശപ്പെട്ടവരായി ഉയർത്തെഴുന്നേൽക്കപ്പെടും. ഇല്ലാ മനി ഡാഷ് അല്ലാഹു വബറ വസദക്ക. ഒന്നുമില്ല, ഇല്ലാ മനി തഖല്ല. ഒരു ഇത്തക്ക എന്നുള്ള വേർഡ് മാത്രം കൊടുത്താൽ അവിടെ 2 മാർക്കാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഹദീസിന്റെ ചാപ്റ്ററും ആയത്തിന്റെ ചാപ്റ്ററുമാണ് വിട്ട ഭാഗം പൂരിപ്പിക്കാൻ. പിന്നെ അതുപോലെ പ്രധാനപ്പെട്ടത് ഇന്ത്യയുടെ 2ാമത്തെ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 14ാമത്തെ ക്വസ്റ്റ്യൻ ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. മാതാ തുരീദു അൻ തകൂന ഫിൽ മുസ്തഖ്ബിൽ. ചിലർക്കെങ്കിലും അർത്ഥം അറിയാത്ത ബുദ്ധിമുട്ടിയവരൊക്കെ ഉണ്ടായിരുന്നിരുന്നു. അപ്പൊ എന്താണ് മാതാ തുരീദു, നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? അൻ തകൂന ഫിൽ മുസ്തഖ്ബിൽ, ഭാവിയിൽ ആയി തീരുവാൻ. അപ്പൊ ഒരാൾ പറയാണ് ഉരീദു അൻ അകൂന, ഞാൻ ഉദ്ദേശിക്കുന്നു, ഐ വാണ്ട് ടു ബിക്കം മുഹന്ദിസൻ, ആൻ എഞ്ചിനീയർ, അല്ലെങ്കിൽ മുഹാസിബൻ, ആൻ അക്കൗണ്ടന്റ്, മുദരിസൻ, എ ടീച്ചർ. എന്തു വേണമെങ്കിലും അവിടെ കൊടുക്കാം. അടുത്തത് മത്ത തസ്തൈക്കിലു മിനൻ നൗമി ഫി സ്വബാഹി ഹാദതൻ. നീ സാധാരണ പതിവായി എപ്പോഴാണ് രാവിലെ ഉറക്കിൽ നിന്ന് എണീക്കാറുള്ളത്? ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന സമയം എപ്പോഴാണ്? അപ്പൊ എന്ത് കൊടുക്കണം? അസ്തൈക്കിലു മിനൻ നൗമി ഫി സ്വബാഹി ഫി സാഅത്തി ഖാമിസത്തി, രാവിലെ 5 മണിക്ക്. ഇനി ഒരാൾ അതൊന്നും കൊടുത്തില്ല, ഫിസാത്തിൽ ഖാമിസ എന്ന് മാത്രം കൊടുത്തു, അപ്പോൾ അതിന്റെ മാർക്ക് കിട്ടും കേട്ടോ. പിന്നെ ഇനി പറയുന്നത് സെക്ഷൻ ബി ആണ്. സെക്ഷൻ ബിയിലെ 8 ക്വസ്റ്റ്യൻസ്, ഓരോ ക്വസ്റ്റ്യനും 5 മാർക്ക് വീതമാണ്. സീലിംഗ് വരുന്നത് 35 മാർക്കാണ്. അതിൽ 16ാമത്തെ ക്വസ്റ്റ്യൻ റത്തിബിൽ കലിമാത്തൽ ഹത്താ തകൂന ജുംലത്തൻ മുഫീദ. 5 സെന്റൻസുകൾ ഡിസോർഡർ ആയി തന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് ഓർഡർ ചെയ്യാനാണ്. ഒന്നാമത്തെ തുഹ്സിനു ഖിയാദ ഹൽ. തുഹ്സിനു നന്നാക്കി എടുക്കുക, ഖിയാദ കൊടുക്കുന്ന ഡ്രൈവിങ്, ലീഡിങ് എന്നൊക്കെ അർത്ഥാണ് ഹൽ. അപ്പൊ എന്തെടുക്കണം? ഹൽ തുഹ്സിനുൽ ഖിയാദ. ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തത് ടെക്സ്റ്റ് ബുക്കിലുള്ള മോഡൽ വെച്ചിട്ട് വരാറുണ്ട് കേട്ടോ, അതിന്റെ ഉദാഹരണമാണിത്. അടുത്തത് മുസഖഫ, സംസ്കാര സമ്പന്നയായ. ബിന്തുൻ മകൾ. അന ഞാൻ സംസ്കാര സമ്പന്നയായ മകൾ. അപ്പൊ അന ബിന്തുൻ മുസഖഫത്തുൻ എന്നുള്ള സാധനമാണ് വരിക. അതും ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് തയ്യാറ പറഞ്ഞ ഫ്ലൈറ്റ്, വിമാനം. മാ റക്കിബ്തു, ഞാൻ കയറിയിട്ടില്ല. അൽ ആൻ, ഇപ്പോൾ. ഹത്ത, വരെ എന്ന് വെച്ചാൽ ഇതുവരെ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല. അപ്പൊ എന്താണ്? മാ റക്കിബ്തു അത്തയ്യാറ ഹത്തൽ ആൻ. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അറബിയിൽ
ഇങ്ങനത്തെ സെന്റൻസ് ഓർഡർ ചെയ്യാൻ വരുമ്പോൾ അതിൽ ക്വസ്റ്റ്യന്റെ വേർഡൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. അതൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം അതായിരിക്കും ഹല്ല്, മാത, മത്ത, ഐന, അതൊക്കെ ആയിരിക്കും ആദ്യം വരിക. അതൊന്നും ഇല്ലെങ്കിൽ അതിൽ എന്താണ് ലമീറുകൾ ഹുവ, ഹിയ, അന, നെഹ്നു അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടോ നോക്കുക. അതിന് സാധ്യത ഉണ്ട്. അതൊന്നും അല്ലെങ്കിൽ അതിൽ ഫീലുകൾ ഉണ്ടോ നോക്കുക, പ്രവൃത്തികൾ. അപ്പൊ പ്രവൃത്തി ചെയ്ത ഫായില് അങ്ങനെ വെച്ചിട്ട് സെന്റൻസുകൾ ഓർഡർ ചെയ്യാൻ നോക്കുക. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത നോക്കൂ നിങ്ങൾ, ഇതൊക്കെ അതുപോലെയാണ്. തെഹ്ത താഴെ, കീഴെ. തനാമു ഉറങ്ങുന്നു. അത്താവില ടേബിൾ മേശ. അൽ കിത്തത്തു പൂച്ച. അപ്പൊ എന്താണ്, പൂച്ച ടേബിളിന്റെ ചോടെ ഉറങ്ങുന്നു എന്നാണ്. അപ്പൊ അതിൽ പ്രവൃത്തി ഏതാണ്, തനാമു. ആരുറങ്ങുന്ന, കിത്തത്തു പൂച്ച. എവിടെ, തഹ്ത താവിലത്തി. അടുത്തത് അസ്തത്തിഉ എനിക്ക് കഴിയും. ഹുനാക്ക അവിടെ. അൽ വുസൂൽ എത്തിച്ചേരാൻ. കൈഫ എങ്ങനെയാണ് എനിക്ക് അവിടെ എത്തിച്ചേരാൻ കഴിയുക. അപ്പൊ അതൊക്കെ ക്വസ്റ്റ്യൻ കൂടി കൊടുക്കുക ആദ്യം, കൈഫ. ഇനി ഫീല് അസ്തത്തിയോ, കൈഫ അസ്തത്തിയോ. എന്താണ് കഴിയേണ്ടത്, അൽ വുസൂൽ എത്തിച്ചേരാൻ. എവിടെ, ഹുനാക്ക. അപ്പൊ കൈഫ അസ്തത്തിയോ അൽ വുസൂൽ ഹുനാക്ക. ഇതിൽ ചിലത് പാഠത്തിലുള്ള ഡയറക്റ്റ്, പാഠത്തിന്റെ ബാക്കിലുള്ള ട്രാൻസ്ലേഷൻസ് എന്നൊക്കെയാണ് ഇങ്ങനെ ഡിസോർഡർ ആയിട്ടുള്ള ഓർഡർ ആയി ചോദിക്കാനുള്ളത്. അല്ലാതെ കോമൺ ആയിട്ടുള്ളതും ചോദിക്കാറുണ്ട്. അർത്ഥം മനസ്സിലാക്കിയിട്ട് ചെയ്യണം. അടുത്തത്, ഇത് ടെക്സ്റ്റ് ബുക്ക് പ്യുവർലി ബേസ്ഡ് അല്ല, എന്നാലും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഭാഷണം പൂർത്തിയാക്കാനാണ്. കമ്മിൽ ഹിബാർ ബി കലിമത്തിൻ മുനാസിബ. യോജിച്ച വാക്കുകൊണ്ട് സംഭാഷണം പൂർത്തിയാക്കുക. ഹാമിദ് മുഹമ്മദുമാണ്. ഡാഷ് എന്ന് മാത്രമേ ഉള്ളൂ. താഴെ മസാ നൂർ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ചോദ്യം എന്തിരിക്കും, അല്ലെങ്കിൽ എന്താ പറഞ്ഞിട്ടുണ്ടാവുക, മസാ അൽ ഖൈർ. ശ്രദ്ധിക്കുക, മസാ അൽ ഖൈർ, സ്വബാ അൽ ഖൈർ അല്ല, മസാ അൽ ഖൈർ, ഗുഡ് ഈവനിങ്. അപ്പൊ ആൻസർ പറഞ്ഞു മസാ നൂർ. ഇനി കൈഫ ഹാലുക യാ അഖി, ഹൗ ആർ യു ബ്രദർ. അപ്പൊ എന്ത് കൊടുക്കാം, അന ബി ഖൈർ അൽഹംദുലില്ലാ, സൈൻ അൽഹംദുലില്ലാ, തൊയ്യിബ് അൽഹംദുലില്ലാ, എന്ത് വേണമെങ്കിലും കൊടുക്കാം. അതേപോലെ തന്നെ അവിടെ ഇയാളോടും ചോദിക്കാം. എന്ത്, ഇനി ഒന്നും ചോദിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, അതവിടെ അത്ര മാത്രം മതി. ഇനി അടുത്ത് നോക്കൂ, താഴത്തെ ഒരു ബ്ലാങ്ക് കാണാം. അതിന്റെ താഴെ നോക്കൂ, അന അദ്ഹബു ഇല സൂഖ്, ഞാൻ അങ്ങാടിയിലേക്കാണ് പോകുന്നത്. ഐ എം ഗോയിങ് ടു ദി മാർക്കറ്റ്. അപ്പൊ ചോദ്യം തിരിക്കും, നീ എങ്ങോട്ടാണ് പോകുന്നത്. അപ്പൊ എന്ത് വരണം, ഇല ഐന അൻത തദ്ഹബു, ഇല ഐന അൻത തദ്ഹബു, അല്ലെങ്കിൽ ഇല ഐന തദ്ഹബു, അല്ലെങ്കിൽ ഐന തദ്ഹബു, ഏതാണെങ്കിലും കൊടുക്കാം. നീ എങ്ങോട്ടാണ് പോകുന്നത്. അപ്പൊ ആൻസർ പറഞ്ഞു അന അദ്ഹബു ഇല സൂഖ്. 3 എണ്ണം കഴിഞ്ഞു. ഇനി 2 എണ്ണം കൂടിയും വരുന്നുണ്ട്. അപ്പൊ ഇനി ഒരു ഡാഷ് കാണുന്നുണ്ട്. താഴെ പറയുന്നുണ്ട് അദ്ഹബു ഇല സൂഖി ലി അൻ ഡാഷ് ബഅദുൽ ഖിർതാസിയാത്ത്, ഞാൻ അങ്ങാടിയിലേക്ക് പോകുന്നത് കുറച്ച് സ്റ്റേഷനറി സാധനങ്ങൾ ഡാഷ്. അപ്പൊ ആദ്യം എന്ത് ചോദിച്ചിട്ടുണ്ടാവുക, നീ എന്തിനാണ് അങ്ങാടിയിലേക്ക് പോകുന്നത്. എന്തിനി, വൈ. അതിന് അറബിയിൽ എന്ത് പറയും, ലിമാദ. ലിമാദ, ലിമാദ നീ, അൻത പോകുന്നത്, തദ്ഹബു, ലിമാദ അൻത തദ്ഹബു ഇല സൂഖി, അങ്ങാടിയിലേക്ക് എന്തിനാ പോകുന്നത്. അപ്പൊ ആൻസർ പറയുന്നു അദ്ഹബു ഇല സൂഖി ലി അൻ, വാങ്ങുവാൻ എന്നുള്ള അർത്ഥത്തില്, ലി അൻ അസ്തരി, ലി അൻ അസ്തരിയ, ലി അൻ അസ്തരിയ, ടു ബൈ, ടു ബൈ, ലി അൻ അസ്തരിയ, ടു ബൈ ബഅദുൽ ഖിർതാസിയാത്ത്, കുറച്ച് സ്റ്റേഷനറി. ഇനി വരുന്നത് ട്രാൻസ്ലേഷൻ ആണ്. തർജിം ഇൽ അറബിയ. ഹൗ ഓൾഡ് ആർ യു, ഹൗ ഓൾഡ് ആർ യു, നിനക്ക് എത്ര വയസ്സാണ്. അപ്പൊ കം ഉംറുക, കം ഉംറുക, അല്ലെങ്കിൽ മാ ഉംറുക. അടുത്തത് ഷാൽ വി വാച്ച് ടെലിവിഷൻ, നമുക്ക് ടി വി കണ്ടാലോ. എന്താണ്, ഹൽ നുഷാഹിദു അത്തൽഫിസിയൂൻ, ഹൽ തുഷാഹിദു അത്തൽഫിസിയൂൻ. അടുത്തത് ഡോൺ ഡ്രൈവ് ഫാസ്റ്റ്, വളരെ സ്പീഡിൽ വണ്ടി ഓടിക്കരുതാണ്. ലാ തസുഖ് സെരിയാൻ, ലാ തസുഖ് സെരിയാൻ. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട് കേട്ടോ, ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളെ ഞാൻ വന്നിട്ടില്ലേ. അടുത്തത് ഐ വിൽ കോൾ ബാക്ക് ലേറ്റർ, താങ്ക് യു. സ അത്തസിലു ബിക ലാഹിക്കൻ, അല്ലെങ്കിൽ സ അത്തസിലു ബിക ബിൽ ഹാത്തിഫി ലാഹിക്കൻ, ഞാൻ പിന്നീട് നിന്നെ ബന്ധപ്പെടാം. താങ്ക് യു, ശുക്രൻ, അല്ലെങ്കിൽ ശുക്രൻ ലക്ക. നോ വൺ ഈസ് ഹിയർ, എന്താണ്, നോ വൺ ഈസ് ഹിയർ. ലൈസ അഹദുൻ ഹുന, ലൈസ അഹദുൻ
ഹുന, ഇവിടെ ആരുമില്ല. ഇനി 19ാമത്തെ തർജിം ഇലൽ ഇൻജിലീസിയ, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ്. അസ്കുനു മഅൽ വാലിദൈനി വൽ അഖ്വാത്ത്, ഞാൻ എൻ്റെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും കൂടിയാണ് താമസിക്കുന്നത്. അപ്പൊ എന്താണ് ആം സ്റ്റേയിങ്, ഞാൻ താമസിക്കുന്നത്, അല്ലെങ്കിൽ ഐ ലീവ്, ഞാൻ ജീവിക്കുന്നത്. ഐ ലീവ് പറഞ്ഞാൽ ഞാൻ താമസിക്കുന്ന അർത്ഥം വരുന്നത് കേട്ടോ. അപ്പോൾ ഐ ലീവ് വിത്ത് മൈ പാരൻസ് ആൻഡ് സിബ്ലിങ്സ്, അല്ലെങ്കിൽ ബ്രദേഴ്സ്, സഹോദരങ്ങൾ, ആണുങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഐ ലീവ് വിത്ത് മൈ പാരൻസ് ആൻഡ് ബ്രദേഴ്സ്, അല്ലെങ്കിൽ ഐ എം സ്റ്റേയിങ് വിത്ത് മൈ പാരൻസ് ആൻഡ് ബ്രദേഴ്സ്. അടുത്തത് കൈഫ തുസാഫിറു ഇല കുലിയത്തിക്ക, നീ എങ്ങനെയാണ് നിന്റെ കോളേജിലേക്ക് പോകുന്നത്? ഹൗ ഡു യു ഗോ ടു യുവർ കോളേജ്? അടുത്തത് ഉഹിബു അൻ അത്തദറബ തർജമത്തു മിനൽ അറബിയ്യ ഇലൽ ഇൻജിലീസിയ്യ, ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തതാന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ ഉണ്ടായിരിക്കാം. എന്താണ് ഉഹിബു, ഐ ലൈക്ക് അൻ അത്തദറബ തർജമ, ടു പ്രാക്ടീസ്, ഐ ലൈക്ക് ടു പ്രാക്ടീസ് ട്രാൻസ്ലേഷൻ, തർജമ ട്രാൻസ്ലേഷൻ ഫ്രം അറബിക് ടു ഇംഗ്ലീഷ്. ഐ ലൈക്ക് ടു പ്രാക്ടീസ് ട്രാൻസ്ലേഷൻ ഫ്രം അറബിക് ടു ഇംഗ്ലീഷ്. ഇനി അടുത്തത് ഉഹിബു, ഐ ലൈക്ക് അൻ അൽഅബ ഖുറത്തുൽ ഖദം, ടു പ്ലേ ഫുട്ബോൾ. ഐ ലൈക്ക് ടു പ്ലേ ഫുട്ബോൾ, ഐ ലവ് ടു പ്ലേ ഫുട്ബോൾ. ലാസ്റ്റ് വൺ ദഹബ്തു ഇലൽ മുസ്തഷ്ഫ ലിസിയാറത്തി സ്വദീഖി, ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിസിറ്റ് ചെയ്യാൻ, സന്ദർശിക്കാൻ ആശുപത്രിയിലേക്ക് പോയി. ഐ വെന്റ് ടു ദി ഹോസ്പിറ്റൽ ടു വിസിറ്റ് മൈ ഫ്രണ്ട്. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഉക്തുബ് ഫിഖറത്തൻ അനിൽ ഖുർആനിൽ കരീം, ഖുർആനെ കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതാനാണ്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു 4 വരി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് മാത്രം കൊടുത്താൽ നിങ്ങൾക്ക് എക്സാമിന് 5 മാർക്കും കിട്ടും. നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിൽ നിങ്ങൾ പഠിച്ചു വെച്ച പോയിന്റ്സോ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഖുർആൻ ആയത്തോ എക്സ്ട്രാ വേണമെങ്കിൽ ഒരു അഡീഷണൽ പോയിന്റ് ആയിട്ട് അതിൽ കൊടുക്കാവുന്നതാണ്. അടുത്തത് അതുപോലെ തന്നെ ഇത് ഹദീസിനെ കുറിച്ച് ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. ഇതേപോലെ 2 മാർക്കിന് ഖുർആനെ കുറിച്ചിട്ട്, 2 മാർക്കിന് ഹദീസിനെ കുറിച്ചിട്ട്, 5 മാർക്കിന് ഹദീസിനെ കുറിച്ച്, 5 മാർക്കിന് ഖുർആനെ കുറിച്ചൊക്കെ സ്ഥിരമായി ചോദിക്കാറുണ്ട്. ആ 2 പോർഷനും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ആയിദ ഹിവാറൻ, ഹിവാർ അർത്ഥം മനസ്സിലാക്കുക. ഹിവാർ സംഭാഷണം. ആയിദ ഹിവാറൻ ഒരു സംഭാഷണം തയ്യാറാക്കുക. ബൈനക വ ബൈന ബാഇഉൽ ഖിർതാസിയാത്ത്, നീയും ബാഇൽ ഖിർതാസിയാത്ത് പറഞ്ഞ സ്റ്റേഷനറിയിലെ സെയിൽസ്മാന്, സ്റ്റേഷനറിയിലെ സെല്ലർ, സ്റ്റേഷനറി കടക്കാരനും നീയും തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണം. അർത്ഥമാണ് മനസ്സിലാക്കേണ്ടത്. ബായി പറഞ്ഞ വിൽപ്പനക്കാരൻ, ഖിർതാസിയാത്ത് സ്റ്റേഷനറി, സ്റ്റേഷനറി സെയിൽസ്മാനും നിങ്ങളും തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണം. അപ്പോൾ ഒരു കടയിലേക്ക് പോയിട്ട് സലാം പറയാം, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് സലാം പറയാം, വിശേഷം ചോദിക്കാം. ഞാൻ അതൊന്നും വേണ്ട, എനിക്ക് ഇന്ന സാധനമാണ് വേണ്ടത്, അല്ലെങ്കിൽ നിനക്ക് എന്താണ് വേണ്ടത് ചോദിക്കുമ്പോൾ എനിക്ക് ഇന്നതാണ് വേണ്ടത്, എത്ര വേണം, ഇത്ര വേണം, വേറെ എന്താ വേണ്ടത്, വേറെ ഇന്നത് വേണം, അതിന് എത്ര രൂപയെന്ന് ഇവിടുന്ന് അങ്ങോട്ട് ചോദിക്കാം, ടോട്ടൽ എത്രയും ചോദിക്കാം, ബില്ല് തരുമെന്ന് പറയാം. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ 5 മാർക്കുള്ള സംഭാഷണമാവും. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 8 എക്സ്ചേഞ്ചുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം, 8 മിനിമം എക്സ്ചേഞ്ചുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആയിദ ഫിക്രത്തൻ, ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ സ്കൂളിൽ വരെ എഴുതിയിരുന്ന ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അർത്ഥം മനസ്സിലാക്കണം. ആയിദ ഫിക്രത്തൻ ഒരു പാരഗ്രാഫ് തയ്യാറാക്കുക. അൻ കറിയത്തിക്ക നിന്റെ ഗ്രാമത്തെ കുറിച്ച്, അബൌട്ട് യുവർ വില്ലേജ്, അല്ലെങ്കിൽ ഔ മദീനത്തിക്ക അല്ലെങ്കിൽ നിന്റെ സിറ്റിയെ കുറിച്ച്, നീ ജീവിക്കുന്ന സിറ്റിയിലാണെങ്കിൽ സിറ്റിയെ കുറിച്ച്, നഗരത്തിലാണെങ്കിൽ നഗരത്തെ കുറിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു പാരഗ്രാഫ്. അവിടെയൊന്നും നിങ്ങളുടെ ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും വല്ലാണ്ട് ഫോക്കസ് ചെയ്യൂല വാല്യുവേഷൻ നടത്തുന്ന അധ്യാപകര്. കാരണം നിങ്ങൾ ബേസിക്കായി പഠിച്ചു വരുന്ന ആളുകളാണ്. അപ്പൊ നിങ്ങളുടെ ലാംഗ്വേജിൽ നിങ്ങൾ കഴിയുന്ന പോലെ ഒരു പാരഗ്രാഫ് എഴുതിയാൽ മറ്റുള്ള ക്വസ്റ്റ്യന് കിട്ടുന്ന മാർക്കിനേക്കാൾ മാർക്ക് സാധ്യതയുണ്ട് ഇതിന്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ പോലും വിടാതെ എഴുതുവാൻ ശ്രമിക്കുക. ലാസ്റ്റ് വൺ, അതില് ആയിദ ഫിക്ര ഒരു പാരഗ്രാഫ് എഴുതുക. അൻ അഹമിയത്തി തഅല്ലുമുൽ അറബിയ, അറബി ഭാഷ പഠനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച്. അപ്പൊ ഇത് പെട്ടെന്ന് കണ്ടാൽ ചിലപ്പോൾ അർത്ഥം മനസ്സിലായെന്ന് വരില്ല, പക്ഷെ എന്താ പോലും അൽ അറബിയ അങ്ങനെ കണ്ടാൽ തന്നെ അറബി ഭാഷയെന്ന് മനസ്സിലാവും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അറബി ഭാഷയെ കുറിച്ച് സ്ഥിരം അറബി അധ്യാപകരൊക്കെ പറയാറുള്ള കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഇന്ന രാജ്യങ്ങളുടെ, എത്ര രാജ്യങ്ങളുടെ ഔദ്യോഗിക ഭാഷയാണ്, എത്ര ആളുകൾ സംസാരിക്കാറുണ്ട്, അതുപോലെ എന്താണ് സ്വർഗത്തിന്റെ ഭാഷയാണ്, ഖുർആന്റെ ഭാഷയാണ്, ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന എത്ര ഭാഷയാണ്, ഐക്യരാഷ്ട്ര സംഘടന അംഗീകരിച്ച 6 ഭാഷകളിൽ ഒന്നാണ്,
ഡിസംബർ 18 അറബി ഭാഷാ ദിനമായി ആഘോഷിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു 6-7 പോയിന്റ്സോ കൊടുത്താൽ അതിന്റെ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനത്തെ കോമൺ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ വരാറുള്ളത് ചിലപ്പോ ഒരു കഥ എഴുതാനോ അങ്ങനെയൊക്കെ ചിലപ്പോൾ ഒരു പക്ഷെ വന്നേക്കാം. കാരണം ജുഹയുടെ ഒരു കഥ നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള ശരിക്ക് ചിലപ്പോൾ ജുഹയുടെ കഥയുടെ സമ്മറിയോ അല്ലെങ്കിൽ ഒരു പക്ഷേ എന്താ പറയുക ഒരു കോമൺ ആയിട്ട് എന്തെങ്കിലും കഥയൊക്കെ എഴുതാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതും കൂടെ നമ്മൾ മുന്നിൽ കാണണം. ഇനി 10 മാർക്കിന്റെ എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും 2 എണ്ണമാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഇനി 3 എണ്ണമൊക്കെ അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ 4 എണ്ണം അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ ഏറ്റവും മാർക്ക് കൂടിയ 2 എണ്ണമാണ് സ്വീകരിക്കുക. അപ്പൊ 24-ാമത്തെ ഉക്തുബ് മക്കാലത്തൻ, ഒരു എസ്സേ, മക്കാല പറഞ്ഞ ലേഖനം, എസ്സേ ഉപന്യാസം തയ്യാറാക്കുക. അൻ അഹമിയത്ത് ത്വആമി ഫി സിഹ, ആരോഗ്യത്തിൽ ഭക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, നമ്മുടെയൊക്കെ ആരോഗ്യത്തിൽ ഭക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. അപ്പോൾ അതിനെക്കുറിച്ച് കോമൺ ആയിട്ട് അറിയുന്നവർക്ക് അങ്ങനെ എഴുതാം. അല്ല സൈനുൽ സിഹ എന്ന മറിയം ഷിനാസിയുടെ മക്കാല, അതിന്റെ സമ്മറി അറിയുന്നവർക്ക് അത് എഴുതിയാലും അതിന്റെ മാർക്ക് മുഴുവനായിട്ട് കിട്ടും. അടുത്തത് ഉക്തുബ് മക്കാല, ഒരു എസ്സേ എഴുതുക. അനിൽ മുദ്നി താരിഖിയ ഫിൽ ഹിന്ദ്, ഇന്ത്യയിലെ ചരിത്ര നഗരങ്ങളെ കുറിച്ച്. അപ്പോൾ അവിടെ വളരെ സിമ്പിളാണ്. അവിടെ ഇന്ത്യയെ കുറിച്ച് ടോട്ടൽ അല്ല ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യയെ കുറിച്ച് ടോട്ടൽ ചോദിച്ചാലും എളുപ്പമാണ് കേട്ടോ, കാരണം കുറച്ച് പോയിന്റ്സേ ഉള്ളൂ. അപ്പൊ ഇന്ത്യയിലെ ചരിത്ര നഗരങ്ങളെ കുറിച്ചാണ്, ഹിസ്റ്റോറിക്കൽ സിറ്റീസ്. ഏതൊക്കെയാണ്? ഡൽഹി. അപ്പൊ ഡൽഹിയിൽ പ്രാധാന്യം കൊടുക്കാം. പിന്നെ ഡൽഹിയിലെ പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകങ്ങൾ, കുത്തബ് മിനാർ, ഹുമയൂൺ ടോംബ്, ഡൽഹി ജുമാ മസ്ജിദ്, ഡൽഹി മ്യൂസിയം, അതൊക്കെ അതിൽ കൊടുക്കാവുന്നതാണ്. പിന്നെ ഓൾഡ് ഫോർട്ട്, പഴയ കോട്ട, അതൊക്കെ ഇതിൽ കൊടുക്കാം. പിന്നെ കൊടുക്കാൻ പറ്റുന്നത് എന്താണ്? ജയ്പൂർ ഉണ്ട്, ആഗ്ര വരുന്നുണ്ട്. ആഗ്രയിലാണെങ്കിൽ ഹിസ്ന അക്ബർ ഫോർട്ട് വരുന്നുണ്ട്, ആഗ്ര ഫോർട്ട്. അതുപോലെ തന്നെ എന്താണ്? താജ്മഹൽ. പിന്നെ ആഗ്രയുടെ കോമൺ ആയിട്ടുള്ള പ്രത്യേകത. പിന്നെ ജയ്പൂരിനെ കുറിച്ച് എന്ത് പറയുന്നുണ്ട്? പിങ്ക് സിറ്റിയാണ് ജയ്പൂർ. മദീനത്തു സഹർ അല്ലെങ്കിൽ മദീനത്തു സുഹൂർ. പിന്നെ ജന്നത്തുൽ മുത്തസവ്വിഖീൻ, ഷോപ്പിംഗ് ചെയ്യുന്നവരുടെ ഒരു സ്വർഗ്ഗമാണ്. അങ്ങനെയൊക്കെ എന്താണ്? കിബിലത്തുൽ റിഹില, അവരുടെ യാത്രക്കുള്ള ഡെസ്റ്റിനേഷനാണ്. പിന്നെ അവിടെ ഫോക്ലോറിന് പ്രാധാന്യമുണ്ട്. അങ്ങനെ ജയ്പൂരിനെ കുറിച്ചുള്ള പ്രാധാന്യം. പിന്നെ മുംബൈയെ കുറിച്ച്, ബോളിവുഡ് സിനിമ, ആയിരക്കണക്കിന് സിനിമകൾ ഓരോ വർഷം റിലീസാവുന്നുണ്ട്. ആക്റ്റീവായിട്ടുള്ള സിറ്റിയാണ്. എന്താണ്? പടിഞ്ഞാറ് ഇന്ത്യയിലെ ആദ്യത്തെ സിറ്റിയാണ്, ഏറ്റവും തിരക്കുള്ള സിറ്റിയാണ്. അതുപോലെ അവിടെ എന്താണ്? ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, ബവാബത്തുൽ ഹിന്ദ് ഉണ്ട്. അതുപോലെ എന്താണ്? കുഹൂഫ് കനേരി കേവ്സ് ഉണ്ട്. അതുപോലെ ജാമിയ മുംബൈ യൂണിവേഴ്സിറ്റി ഉണ്ട്. പിന്നെ വരുന്ന മദ്രാസ്. മദ്രാസ് ഇതുപോലെ തന്നെ എന്താണ്? തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ സിറ്റിയാണ്. ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു നഗരമാണ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടുത്തെ എന്താണ്? ഗ്രാൻഡ് മോസ്ക് ആണ് അല്ലെ? എന്താണ്? മസ്ജിദുൽ അക്ബർ ഗ്രാൻഡ് മോസ്ക് ആണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പള്ളിയാണത്. അതുപോലെ അവിടെ എന്തുണ്ട്? ഹരീഖത്തുൽ ഹൈവാനാത്ത്, ഒരു സൂ ഉണ്ട് അവിടെ, മൃഗശാലയുണ്ട്. അതുപോലെ മദ്രാസ് സ്കൂൾ ഓഫ് അക്കാഡമി ഉണ്ട്, അല്ലെ മദ്രാസ് സ്കൂൾ ഓഫ് ആർട്സ് ഉണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിൽ അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മദ്രാസിനെ പറയുന്നത് ബവാബത്തുൽ ജുനൂബ് എന്നാണ്, സൗത്തിലേക്കുള്ള ഗേറ്റ് ഓഫ് സൗത്ത്, അല്ലെങ്കിൽ സൗത്ത് ഗേറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള കുറച്ച് സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളെ കുറിച്ച് വരുന്നതാണ്. അത് മാത്രം ഇതിൽ കൊടുത്താൽ മതി. അല്ലാതെ കാലാവസ്ഥ, യൂണിവേഴ്സിറ്റികളൊന്നും പ്രധാനമായി കൊടുക്കണമെന്നില്ല. യൂണിവേഴ്സിറ്റികൾ കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. ഈ സ്ഥലങ്ങളിൽ സെപ്പറേറ്റ് യൂണിവേഴ്സിറ്റികൾ അറിയിച്ചെങ്കിൽ അതൊക്കെ ഇടയിലെടുത്ത് കൊടുക്കാം. പിന്നെ 26-ാമത്തെ ചോദ്യം വരുന്നത് റിസാല, ഒരു ലെറ്റർ തയ്യാറാക്കുക. തൊലബ്, അപ്ലിക്കേഷൻ. അപ്പോൾ ഒരു അപ്ലിക്കേഷൻ ലെറ്റർ ആണ് തയ്യാറാക്കേണ്ടത്. ചിലപ്പോൾ ഇങ്ങനെയൊന്നും ചോദിക്കൂല, ചിലപ്പോൾ തൊലബ് എന്ന് മാത്രമേ ചോദിക്കുള്ളൂ കേട്ടോ. ലി വലീഫത്തി മുഅല്ലിം, ഒരു അധ്യാപക പോസ്റ്റിലേക്കുള്ള, ഒരു അധ്യാപക തസ്തികയിലേക്കുള്ള. ഫി മദ്രസത്തി സാനവിയ, ഒരു സെക്കൻഡറി സ്കൂളിൽ. ഈ അബുദാബിയിലെ ഒരു ഹൈസ്കൂൾ അധ്യാപക തസ്തികയിലേക്കുള്ള ഒരു അപ്ലിക്കേഷൻ ലെറ്റർ. അപ്പൊ ആദ്യം 2 അഡ്രസ്സ് കൊടുക്കുക. ഫ്രം കൊടുക്കണം നിർബന്ധമല്ല, 2 അഡ്രസ്സ് കൊടുക്കുക. ആർക്കാണ് അയക്കുന്നത്, സ്ഥലം, പോസ്റ്റ് ബോക്സ് നമ്പർ, അത് അസ്സലാമു അലൈക്കും, തഹിയ്യത്തുൻ തയ്യിബ, അത്തരം കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതിനുശേഷം ഇന്ന പത്രത്തിൽ ഇന്ന പരസ്യം കണ്ടു, ഇന്ന TV-യിൽ ആഡ് കണ്ടു, അങ്ങനെ കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? കണ്ടന്റിലേക്ക് എത്തുക. ഞാൻ ഇന്ന ആളാണ്, എൻ്റെ വയസ്സ് ഇത്രയാണ്, എനിക്ക് ഇന്ന ഡിഗ്രികളുണ്ട്, ഞാൻ ഇന്ന കഴിവുള്ള ആളാണ്, എന്നെ ഇന്റർവ്യൂവിന് പരിഗണിക്കണം എന്നൊക്കെ പറഞ്ഞ് മുഖ്ലിസ് എന്നൊക്കെ പറഞ്ഞിട്ട് അഡ്രസ്സ് കൊടുക്കുക. 10 മാർക്കിനാകുമ്പോൾ
ഏറ്റവും ബെറ്റർ ഒരു നിങ്ങൾ 99% നിങ്ങളെ പരിഗണിക്കുക. നിങ്ങൾ അതിനോട് കൂടെ ബയോഡാറ്റ, ബയാന്ത് ഷഖ്സിയ, ബയോഡാറ്റ, അതുപോലെ തന്നെ എന്താണ് ഷഹാദത്തുൽ ഖിബ്ര, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൂടി കൊടുക്കുമ്പോഴാണ് 10 മാർക്കും നിങ്ങളെ പരിഗണിക്കുക. അങ്ങനെയാണ് കണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അപ്ലിക്കേഷൻ ലെറ്ററിൽ മാത്രം ഒതുക്കാതെ അതിനോട് കൂടെ ബയോഡാറ്റയും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൂടി കൊടുക്കാൻ ശ്രമിക്കുക. അതും കൂടി എഴുതണം. ലാസ്റ്റ് വൺ ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. അയിദ തക്രീറൻ സഫിയ, ഒരു 10 റിപ്പോർട്ട് തയ്യാറാക്കുക. നിങ്ങൾ 4 റിപ്പോർട്ടുകൾ പഠിച്ചിട്ടുണ്ടായിരിക്കും 10ാമത്തെ പാഠത്തിൽ. അത് പറഞ്ഞിട്ടൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 10 റിപ്പോർട്ട് തയ്യാറാക്കുക. അന്ന് ഹാദിസി തൊരീഖ്, ഒരു റോഡ് ആക്സിഡന്റിനെ കുറിച്ച്, വക്കാത്ത് ഫീ മദീനത്ത്, നിങ്ങളുടെ നഗരത്തിൽ സംഭവിച്ചിട്ടില്ല ഒരു റോഡ് ആക്സിഡന്റ്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ അത് എഴുതേണ്ട. അല്ലാത്ത 3 ക്വസ്റ്റ്യൻ 2 അറ്റൻഡ് ചെയ്യാം. പിന്നെ ചിലപ്പോൾ ചോദിക്കുക നിങ്ങളുടെ കോളേജിൽ നടന്നിട്ടുള്ള അയിദ തക്രീറൻ എന്താണ് അൻ മുസാബക്കത്തിൻ അദബിയ, ഒരു ലിറ്റററി കോമ്പറ്റീഷനെ കുറിച്ച്, ജറത് ഫി കുലിയത്തിക്ക, നിങ്ങളുടെ കോളേജിൽ നടന്നിട്ടില്ല, അല്ലെങ്കിൽ ഇഹ്തിഫാൽ ഓണാഘോഷം, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് അതിൽ റിപ്പോർട്ടായിട്ട് ചോദിക്കാറുള്ളത്. അപ്പോൾ ഇതാണ് കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് എക്സാമിന് പാഠഭാഗങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നന്നായിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, മുമ്പ് നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നന്നായി റെഫർ ചെയ്താൽ തന്നെ ഒരു 25 മാർക്കിൻ്റെ അബോവ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം ബേസ് ചെയ്ത് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.